നമസ്കാരം ട്രേഡേഴ്സ്. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമ്മളങ്ങനെ ഒക്ടോബർ സീരീസിലേക്ക് കടക്കുകയാണ്. ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമോ കുറയ്ക്കുമോ പോസ് ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഫോക്കസിൽ വരും. കൂടാതെ തന്നെ ഈ മാസം ഫസ്റ്റ് 1 തീയതി ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വരും. അപ്പോൾ അത് ഓട്ടോ സെക്ടറിനെ ഫോക്കസ് ആകും. കൂടാതെ നാളെ മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ സെൻസെക്സിൻ്റെ എക്സ്പയറി ഇന്നായിരിക്കും ഉണ്ടാകുക. ഒക്ടോബർ 20 തീയതി ദീപാവലി. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകൾ ഫോക്കസിൽ വരും. ഒക്ടോബർ 9 തീയതി നമ്മുടെ TCS ഉൾപ്പെടെയുള്ള IT കമ്പനീസിൻ്റെ റിസൾട്ട് തുടങ്ങും. അപ്പോൾ Q2 റിസൾട്ട് കിക്ക് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വോളറ്റിലിറ്റി IT സെക്ടറിൽ ഓൾറെഡി IT സെക്ടറിലെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. പിന്നീട് ഉള്ളത് ഈ US മാർക്കറ്റ് ഷട്ട് ഡൗൺ ആകും. അവിടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ 120 പോയിൻറ്റ് മൈനസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിയർ അവിടെയുണ്ട്. പിന്നെ ആ യൂഷ്വൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ഒരു താരിഫ് ഫിലിം ഇൻഡസ്ട്രീസ്. അപ്പോൾ നമ്മളുടെ ബാഹുബലി 3, കാന്താര പോലെയുള്ള ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് എല്ലാം തന്നെ റിലീസാകുകയാണ്. ഈ തെലുങ്ക്, കന്നഡ ഇൻഡസ്ട്രീസാണ് ഏറ്റവും കൂടുതൽ ഓവർസീസ് US നിന്ന് കളക്ഷൻ ഉള്ളത്. $20 മില്യൺ വരെ ബാഹുബലിയും RRR ഒക്കെ നേടിയിരുന്നു. അപ്പോൾ ആ ഒരു ഫിയർ നേരിട്ടില്ലെങ്കിൽ കൂടി ഇന്നലെ PVRൻ്റെ ഭാഗത്തു നിന്നൊരു ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ മിക്സഡായിട്ടുള്ള ഒരുപാട് വാർത്തകളിലൂടെയാണ് മാർക്കറ്റ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ന്യൂസിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് ചെയ്തില്ലെങ്കിൽ കൂടിയും ന്യൂസ് കാണാനായിട്ട് മറക്കരുത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ ഇന്നലെ ക്ലോസായ നാസ്ഡാക്കും ഡോയും പോസിറ്റീവായിരുന്നു. 3 യൂറോപ്യൻ മാർക്കറ്റിന് പോസിറ്റീവായിരുന്നു. അതിന് മുകളിലേക്ക് പതിയെ വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് നെഗറ്റീവാണ്, കോസ്പി പോസിറ്റീവാണ്, ഷാങ്ഹായ് ചൈന പോസിറ്റീവാണ്. പിന്നീട് മുകളിലേക്ക് വരുമ്പോൾ ഗോൾഡ് XAU/USD കാണാം. ഗോൾഡ് വീണ്ടും $4 ഉയർന്നു. ഏറ്റവും മുകളിൽ ബ്രന്റ് ഓയിൽ, ബിറ്റ്കോയിൻ, ഡോ ഫ്യൂച്ചർ കാണാം. ഡോ ഫ്യൂച്ചർ 122 പോയിൻറ്റിൻ്റെ മൈനസിലാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യം നോക്കേണ്ട, കാരണം അത് അഡ്ജസ്റ്റ് ചെയ്ത് വരണം, പുതിയ കോൺട്രാക്റ്റ് ആയതുകൊണ്ട്. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസാൽ റെക്കമെൻഡേഷൻ അല്ല. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് ഈ RBI 3 ലക്ഷത്തിൻ്റെ ഒരു പെനാൽറ്റി കൊടുത്തു. ലുപ്പിൻ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഓയിൽ ഇന്ത്യ കമ്പനി ഗെയിലായിട്ട് പുതിയൊരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. അദാനി ടോട്ടൽ ഗ്യാസ് കമ്പനി CFO റിസൈൻ ചെയ്തു. ICC ലോംബാർഡ് കമ്പനി GST കൗൺസിൽ ഒരു പെനാൽറ്റി കൊടുത്തു, 1901 കോടി രൂപയുടെ. റൈറ്റ്സ് കമ്പനി അവർ ഇത്തിഹാദ് റെയിലായിട്ട് പുതിയ പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തു. അറ്റ്ലാന്റ ലിമിറ്റഡ് കമ്പനി ഐക്കോൺ ഇൻ്റർനാഷണലിൻ്റെ ഭാഗത്തു നിന്ന് അവർക്കൊരു ഓർഡർ ലഭിച്ചു, 34 കിലോമീറ്റർ ഉള്ള ഒരു റോഡിൻ്റെ ഓർഡർ. LG ബാലകൃഷ്ണൻ കമ്പനി അവരുടെ IT സിസ്റ്റം ഒരു മാൾവെയർ അറ്റാക്ക് ഉണ്ടായി എന്നുള്ള ന്യൂസ്. പ്രൈക്കോൾ കമ്പനി ബ്രിറ്റോക്സായിട്ടൊരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തു. TVS സപ്ലൈ ചെയിൻ കമ്പനി റവന്യൂ 20% അവർ എയിം ചെയ്യുന്നുണ്ട്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിക്കും ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കിട്ടി, 2300 കോടി രൂപയുടെ. നെസ്ലെ കമ്പനി മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ലിമിറ്റഡായിട്ട് പുതിയൊരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. ഹഡ്കോ കമ്പനി 9200 കോടി രൂപയുടെ ലോൺ സാങ്ഷനായി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റൊക്കെ ആയിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.